എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വെണ്ടക്കായ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വെണ്ടക്കായ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നുറുക്കിയെടുക്കാം. വെണ്ടക്കായ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. വെളിച്ചുണ്ട് ഉണ്ടോ? വെണ്ടക്കായ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 10-15 വെളുത്തുള്ളി പൊടി അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്. ഇതുകൊണ്ട് ഞാൻ വെണ്ടക്കായ ഉപയോഗിച്ചിട്ട് ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ നമ്മളതിലേക്ക് വെളുത്തുള്ളി പൊടി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പൊടി അരിഞ്ഞ സവാള, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മൾ ഇതുപോലെ വെണ്ടക്കായ എന്നും മെഴുക്ക് പരത്തിയൊക്കെയല്ലേ തീയൽ അങ്ങനെയുള്ള കറികളെല്ലാം വെക്കാറ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. ഞാൻ വെച്ച് നോക്കി കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. ഇതൊന്ന് വാടി വരാനും ആയിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇത്രയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ വാടി വന്നു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. നമുക്ക് ഒരു ചെറിയ 1/2 ടീസ്പൂൺ മുളകും പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളകും പൊടി. കുരുമുളകും പൊടി ചേർത്തു. ഈ പൊടികളൊന്ന് മൂത്ത് വരട്ടെ. പൊടികൾ മൂത്ത് വന്നു. ഇതിലിട്ട കുരുമുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇട്ട് കൊടുത്തു. അതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നന്നായി വെന്തുടഞ്ഞ് വരണം. അങ്ങനെ നമ്മളുടെ തക്കാളി വെന്തുടഞ്ഞു. പിന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മസാല കൂട്ടും എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ ഇട്ട് കൊടുത്തു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെണ്ടക്കായ ആ മസാലക്കൂട്ടിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ഒഴിക്കാൻ പാടില്ല. ഇതിൽ കിടന്ന് ചെറുതീയിൽ കിടന്ന് ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടിപ്പിടിക്കുന്നുണ്ടോ നോക്കാം. എന്താ വെച്ചാൽ വെള്ളമൊന്നും ഇല്ലാത്തതാണല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി വെണ്ടക്കായ കറി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. കറി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ട ഇതിൻ്റെ നനവിൽ തന്നെ നമ്മൾ ഇത് പിന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയില്ലേ അതിൻ്റെ നനവും കൂടിയിട്ട് വെണ്ടക്കായ വെന്ത് വരുമ്പോൾ ചെറിയൊരു നനവുണ്ടാകും. അതിൽ ഇത് വെന്ത് കിട്ടും. കണ്ട അടിയൊന്നും പിടിച്ചിട്ടില്ല. കണ്ട ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. ഇളക്കി കൊടുത്തു. ഇനി അടച്ച് വയ്ക്കാം. അപ്പം നമുക്ക് വെണ്ടക്കായ കറി എന്തായി നോക്കാം. കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട അടിയൊന്നും പിടിച്ചിട്ടില്ല. ആ നനവിൽ കിടന്ന് വെന്തു. ഇതൊരു നമ്മൾ സാധാരണ മെഴുക്ക് പുരട്ടി തീയൽ അങ്ങനെയുള്ള ഇതൊക്കെയല്ല. സാമ്പാറിലിടാം, വറക്കാം, ബജി ഉണ്ടാക്കുക അങ്ങനെയൊക്കെയല്ല. ഇതുപോലെ ഒന്ന് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ്